സ്നേഹമുള്ളവരെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആവിർഭാവ കാലം തൊട്ടേ മുസ്ലിം ലീഗിന് വളരെയധികം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പൂർവികർ നേതാക്കന്മാർ ഈ സംഘടന പടുത്തുയർത്തിയത്. മുസ്ലിം ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചാൽ, ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ എല്ലാ ഈർക്കിളി പാർട്ടികൾക്കും ആ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ എങ്ങനെ പരാജയപ്പെടുത്താം എന്നതിനെക്കുറിച്ചായിരിക്കും അവരുടെ എല്ലാം നെട്ടോട്ടം. ആ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി അയാളുടെ ജീവിത രീതിയിൽ അയാളറിയാതെ തീവ്രവാദികളാക്കിക്കൊണ്ടും അവരെ ജനമധ്യത്തിൽ തുറന്നടിച്ച് പല രീതിയിലുള്ള ഫത്വകൾ ഇറക്കിക്കൊണ്ടും അയാളറിയാതെ തന്നെ അയാളുടെ പേരിൽ ഒരുപാട് നോട്ടീസുകളും അതുപോലെ തന്നെ ക്ലിപ്പുകളും എല്ലാം പുറത്തുവിട്ടുകൊണ്ട് ഈ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ ഭയങ്കര നെട്ടോട്ടമായിരിക്കാം. മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടാൽ, മുസ്ലിം ലീഗ് എന്ന സ്ഥാനാർത്ഥിയെ വിഷമിപ്പിച്ചാൽ, ബുദ്ധിമുട്ടിച്ചാൽ ഈ സമുദായത്തിനുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് അവർ ഓർക്കാറില്ല. നമ്മുടെ മുസ്ലിം സമുദായത്തിന് മാത്രമല്ല, അവശത അനുഭവിക്കുന്ന എല്ലാ ന്യൂനപക്ഷ സമുദായത്തിനും മുസ്ലിം ലീഗിൻ്റെ MP-മാരോ MLA-മാരോ നേതാക്കന്മാരോ അവരെ കണ്ട് കഴിയാവുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു പോകുന്ന ചരിത്രമാണ് ഇന്ന് വരെയുള്ളത്. ഈ സമുദായത്തിനൊരു വിഷയം നേരിട്ടാൽ ആ ഭാഗത്ത് എത്രയും പെട്ടെന്ന് ഓടിച്ചെന്ന് അവരെ സമാശ്വസിപ്പിക്കാനും അവിടുത്തെ ഭരണാധികാരികളെ കണ്ടുകൊണ്ട് അതിനൊരു സമാധാനം വരുത്താനും, അഥവാ അങ്ങനെ ഒരു സമാധാനം വരാത്ത പക്ഷമാണെങ്കിൽ കോടതി തുറക്കുന്നതിന് മുന്നേ തന്നെ കോടതിയെ മുന്നിൽ പോയിക്കൊണ്ട് കോടതിയിൽ അപ്പീലുകൾ കൊടുത്തുകൊണ്ട് ആ സമുദായത്തിന് വേണ്ട അല്ലെങ്കിൽ ആ വിഭാഗത്തിന് വേണ്ട അവകാശങ്ങൾ നേടിയെടുക്കാൻ മുസ്ലിം ലീഗ് മുന്നിൽ വന്നിട്ടുള്ള ചരിത്രങ്ങളാണുള്ളത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ തുടക്കകാലം മുന്നേ തന്നെ ബഹുമാനപ്പെട്ട ഖായിദ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം ലീഗ് എന്ന പാർട്ടിയിൽ നിങ്ങളൊരു അംഗമായാൽ നിങ്ങൾക്കൊരു MLA ആവാനോ ഒരു MP ആവാനോ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാൻ സാധിച്ചില്ലെങ്കിലും ഈ സംഘടനയിൽ വന്നാൽ സമുദായത്തിന് വേണ്ടി ശബ്ദിക്കാൻ നിങ്ങൾക്ക് ഒരു സംഘടനയുടെ കരുത്തുണ്ടാവും. ആ കരുത്താണ് ഇന്ന് മുസ്ലിം ലീഗ് നേടിക്കൊണ്ടിരിക്കുന്നത്. നാം തുടങ്ങിവെച്ച ഓരോ സമരങ്ങളും നമുക്ക് പരാജയപ്പെടേണ്ടി വന്നിട്ടില്ല. അതിൻ്റെ കാരണം നമ്മുടെ കെട്ടുറപ്പാണ്. ഈ ഒരു സംഘടനയെ തകർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതിൻ്റെ പേരിൽ നിങ്ങളെല്ലാവരും വളരെയധികം ഈ സംഘടനയ്ക്ക് നേരെ വരുന്ന ആരോപണങ്ങളെ കരുതലോടെ കാണണമെന്ന് വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്.